നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ നാളെ FC ബാഴ്സലോണ വലഡോയിഡുമായിട്ട് കളിക്കുകയാണ്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അനായാസമായി വിജയിച്ച് കയറേണ്ട കളിയാണ്. ബാഴ്സ ഒന്നാമതും വലഡോയിഡ് 20ാം സ്ഥാനത്തുമാണല്ലോ. എന്തായാലും ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്ന മത്സരം എന്ന് പറയുന്നത് അടുത്ത മിഡ് വീക്കിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. അക്കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർ മിലാനുമായിട്ട് ആദ്യ പാദം 3-3 സമനിലയാണല്ലോ. രണ്ടാം പാദത്തിൽ വിജയിച്ച് കയറണം. ആ കളിക്ക് റോബർട്ട് ലെവൻഡോസ്കിയും അലിയാൻഡ്രോ ബാൽഡയും ഒക്കെ ഉണ്ടാകുമോ? പരിക്കേറ്റ താരങ്ങൾ മടങ്ങിയെത്തുമോ? ചോദ്യം ഹൻസി ഫ്ലിക്കിനോടാണ്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയിലേക്ക് ഒന്ന് പോകാം. ഫ്ലിക്ക് പറയുന്നു, അലിയാൻഡ്രോ ബാൽഡെ ആൻഡ് ലെവെ തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഡേ ബൈ ഡേ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ വെയിറ്റ് ആൻഡ് സി എന്നേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. കളിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് കസാഡോയുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം നല്ല രൂപത്തിൽ റണ്ണിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ശരിയാക്കി എന്നെനിക്ക് പറയാനും പറ്റില്ല. ഏതായാലും ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാനും ഇപ്പോൾ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. ചുരുക്കത്തിൽ ഇംപ്രൂവിംഗ് ആണ്, സിറ്റുവേഷൻ ഇംപ്രൂവിംഗ് ആണ്. കളിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പക്ഷേ ഫ്ലിക്ക് തയ്യാറാവുന്നില്ല. ഈ താരങ്ങൾ ഇപ്പം ബാൽഡയും ലെവയും ഒക്കെ മടങ്ങിയെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു ബൂസ്റ്റ് ആയിരിക്കും ഹൻസി ഫ്ലിക്കിന്റെ FC ബാഴ്സലോണയ്ക്ക് നൽകുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.